ഹായ് ഓൾ ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരം ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ എല്ലാവരും വളരെ ടെൻഷനോടെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന മാച്ച് ഇന്ത്യ ജയിക്കുമെന്ന് എല്ലാവർക്കും നല്ല പ്രതീക്ഷയായിരുന്നു. പക്ഷേ വളരെ നല്ല ടൈറ്റായ ഒരു മാച്ചായിരുന്നു ഇന്ന്. ഇന്ത്യക്ക് ഇന്ന് ഡു ഓർ ഡൈ മാച്ചായിരുന്നു. ഒന്നുകിൽ ജയിക്കണം ഇല്ലെങ്കിൽ ടൂർണമെൻറ്റിൻ്റെ പുറത്ത് എന്ന അവസ്ഥയിലാണ് ടീം ഇന്ത്യ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നല്ലൊരു പ്രകടനമാണ് ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. ഫസ്റ്റ് ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് നിശ്ചിത 20 ഓവറിൽ 195 റൺസിന് 4 വിക്കറ്റ് എന്ന രീതിയിൽ നല്ലൊരു വമ്പിച്ച സ്കോറാണ് ഈഡൻ ഗാർഡൻസിൽ പടുത്തുയർത്തിയത്. തുടർച്ചയായി ബാറ്റ് ചെയ്യാൻ വന്ന ഇന്ത്യ ആകട്ടെ നിശ്ചിത 20 ഓവർ ആകുന്നതിന് മുമ്പേ 19.3 ഓവേഴ്സിൽ തന്നെ ഇന്ത്യ ലക്ഷ്യം കണ്ടു. 199 റൺ അടിച്ച് ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇതിൽ എടുത്തു പറയാനുള്ളത് നമ്മുടെ സഞ്ജു സാംസനെ കുറിച്ചാണ്. അപ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, സഞ്ജു സാംസൺ ടൂർണമെൻറ്റിൽ ആദ്യഘട്ടത്തിൽ പുറത്ത് ബെഞ്ചിലാണ് ഇരുന്നത്. നമീബിയക്കെതിരെ ഒരു മത്സരം മാത്രമാണ് സഞ്ജു സാംസണ് കളിക്കാൻ അവസരം ലഭിച്ചത്. പിന്നെ തുടർച്ചയായ ഇന്ത്യയുടെ ടോപ്പ് ഓർഡേഴ്സിൻ്റെ ഫോം ഔട്ടും അഭിഷേക് ശർമ്മയുടെയും തിലക് വർമ്മയുടെയും ഫോം ഔട്ട് കാരണം വീണ്ടും സഞ്ജു സാംസണിനെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അതേതായാലും നന്നായി എന്ന് പറയാനുള്ളൂ. കാരണം സഞ്ജുവിൻ്റെ ഫോം ഇന്നാണ് ഇന്ത്യക്ക് നല്ല രീതിയിൽ തന്നെ തിളങ്ങാൻ സഞ്ജുവിന് സാധിച്ചു. ഇന്ന് പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട്സാണ് സഞ്ജു സാംസൺ കൂടുതലും കളിച്ചത്. മാസ് പ്രകടനങ്ങൾ അധികം ഉണ്ടായില്ല. സൂപ്പർ ഓവറിൽ പെട്ടെന്ന് തന്നെ നല്ലൊരു സ്കോർ പടുത്തുയർത്താൻ സഞ്ജുവിന് സാധിച്ചു. സഞ്ജു അഭിഷേക് ശർമ്മ താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ സഞ്ജു സാംസൺ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. സഞ്ജു പടുകൂറ്റൻ 2 സിക്സറുകൾ പായിച്ച് വിവരം അറിയിച്ചു. പിന്നീട് സഞ്ജു പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട്സാണ് കളിച്ചത്. ഒരു കൂട്ടുകെട്ട് സഞ്ജുവിന് സൂര്യയുമായും ഹാർദിക്കുമായും ഈവൻ തിലകുമായും കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ സഞ്ജു ടൂർണമെൻറ്റിലുടനീളം ജയിക്കുന്നത് വരെ അവസാന റണ്ണ് വരെ സഞ്ജുവിൻ്റെ കൈകളിൽ നിന്ന് വരുത്താൻ സഞ്ജുവിന് സാധിച്ചു. സഞ്ജുവിൻ്റെ ആ ഒരു കൂറ്റൻ സിക്സറിൻ്റെ ലാസ്റ്റ് ഓവർ അതും ഗംഭീരമായിരുന്നു. നമ്മുടെ ധോണിയെ ഓർമ്മിപ്പിക്കുന്ന ഒന്നായിരുന്നു. സഞ്ജു ഫിനിഷസ് വിത്ത് സ്റ്റൈൽ. ധോണിയെ കൊണ്ട് മുമ്പേ പറയുമായിരുന്നു, അതുപോലെയാണ് സഞ്ജു ഇന്ന് ഫിനിഷ് ഓഫ് ചെയ്തത് ഗെയിം. നല്ലൊരു കളിയായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ ബോളിങ്ങിൽ ബുംറ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പന്തെറിഞ്ഞും 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. പിന്നെ അവരുടെ വെസ്റ്റ് ഇൻഡീസിന് വന്ന് ഹോപ്സ് 32 റൺസ് എടുത്തു, ചേസ് 40 റൺസ്, പവൽ 34, ഹോൾഡർ 37, അങ്ങനെയാണ് റൺസ് ഉള്ളത്. അപ്പോൾ നല്ലൊരു മത്സരമാണ് ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്.